പൊതിച്ച് കിടക്കുവാണ്. ഒരാൾ എഴുന്നേക്ക് 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 എഴുന്നേക്ക്. നമുക്ക് അമ്പലത്തിൽ പോണം. അമ്പലത്തിൽ പോണം. വാ എഴുന്നേറ്റ് വാ. ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചുണർത്താം. ഒരാൾ താണ്ട് ഇങ്ങനെ അടിയിക്കിരിക്കണം, ഒരാൾ താണ്ട് ഇങ്ങനെ ഇരിക്കുക, ഒരാൾ ഇങ്ങനെ ഇരിക്കുക, കണ്ണൊക്കെ തിരുമ്മി ഇരിക്കുക. വാ എഴുന്നേറ്റ് വാ. ഞങ്ങൾ അമ്പലത്തിൽ പോവാ. പറഞ്ഞു ഞാനിങ്ങനെ ദോശ ഇടാം. ഞാനൊരു ദോശയാ. ചമ്മൂടി പോകേണ്ടതുകൊണ്ട് നേരത്തെ ദോശ ഇടുക. ദോശയും ചമ്മന്തിയാണ്. കുറച്ച് താഴെപ്പോയി. വളരെ കട്ടയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ഇപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് നെയ്റോസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ അമ്മ നെയ്റോസ്റ്റാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത്. നമുക്ക് ആ നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണാം. ഇപ്പം അപ്പൂപ്പന് ദോശ ഉണ്ടാക്കി കൊടുക്കുവാണ്. അമ്മ ഇത് നെയ്യ് ഒഴിച്ചില്ല, ഇത് നെയ്യ് ഇരിക്കുന്നത് അത് വന്നതാ. ഇപ്പൊ ഇങ്ങനെ കഴിച്ചാൽ മതി. അമ്മ ഇങ്ങനെയാണ് ഉണ്ടായി തരുന്നത്. ഇത് നാജിപ്പൊടി ഇട്ടതായിരിക്കും, അരച്ചെടുക്കാനുണ്ടായിരുന്നു. ഈ അമ്മ ഉണ്ടാക്കിയ ദോശ ഒട്ടും കൂടാറില്ല. ഈ ദോശയൊക്കെ ഞാൻ ഇരിക്കുക. അപ്പം അപ്പന് ചായ എടുക്കണം. അപ്പം എനിക്ക് ദോശ കുറച്ച് പരിപാടി. ചായ എനിക്ക് ചായ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ തുണിയൊക്കെ അലക്കാനുണ്ട്. ഇപ്പോൾ രാവിലെ കഴിക്കാൻ ദോശയാണ്. അതാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ദോശ കാണുന്നുണ്ടല്ലോ. മൊരിഞ്ഞോ ഇത് മൊരിയട്ടെ. കഴിച്ചത് കഴിഞ്ഞ് ഇനി എന്നാ ബാക്കി കാര്യങ്ങളൊക്കെയാണ് അടിക്കണം. അപ്പം അമ്മ അരി ഇനി തുണിയൊക്കെ അലക്കണം. ഇനി നമ്മൾ തുണിയൊക്കെ അലക്കുന്നതും ബാക്കി കുറേ സംഭവമുണ്ട്. അതൊക്കെ ചെയ്താണ് ഇനി നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് പോകുന്നത്. ഇപ്പോൾ അരി എടുക്കുന്നത് കത്തിക്കുന്നുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അലക്കണം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇനി തുണി അലക്കാൻ പോവാണ്. നമുക്ക് തുണി അലക്കുന്നതിൻ്റെ അലക്കാൻ തുണി ഉണ്ടാകുന്നത് അലക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം അടച്ച് വെക്കുന്നുണ്ട്. ഇതടച്ച് നമുക്ക് തുണി എടുക്കുക. അപ്പുറത്ത് അമ്മ പുല്ല് പറിക്കുവാണ്. ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ പോകുന്നത്, നിങ്ങളിവിടെ നല്ലൊരു പാവയ്ക്ക നട്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ പൂവൊന്ന് പൊഴിയുവാണ്. എന്താണെന്ന് അറിയത്തില്ല. കൊള്ളാത്തതുകൊണ്ടാണോ അത് പോവുകയാണോ എന്നറിയത്തില്ല. അയ്യോ, അമ്മ കാണണ്ട. ഇതാണ് എന്നതാ ഷൈൻ. ഇതെന്ത് ഷർട്ട് കഴുകാനല്ല നിൽക്കാനായിട്ടാണ്. നന്നായിട്ട് അതിനകത്ത് വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ വരുന്നില്ലേ. ഭയങ്കര അടുത്തുണ്ട്. ഇത് വിരിക്കാൻ പോവാണ്. അത് ഹാങ്കർ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ വീണേ
ഈ തുണിയെല്ലാം വിരിക്കാൻ പോകണം. ഇത്രയുള്ള അമ്മ തുണി ഉണ്ട്. ഒരു തുണി ഇട്ടു. ഇപ്പോൾ നമ്മളിവിടെ ഒറ്റ തുണി. അപ്പോൾ ഇങ്ങനെ അമ്മ ഓരോരോ തുണി വിരിച്ച് ഇട്ടിട്ടുണ്ട്. 2 തുണി ഷർട്ടാണ് മതി. ഷർട്ട് അപ്പുറത്ത്. അപ്പോൾ ഞാൻ ഹാങ്കർ അങ്ങ് എടുത്ത് കൊടുത്തേക്കാം. പുതിയാണ്. ഞാനിത് വെട്ടി കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോഷൂട്ട് തീരും. അമ്മ ഇടരുത്. ഇടല്ലേ. ഞാൻ ഷർട്ട് ഇടും. അങ്ങനെ ഈ ഷർട്ടും ഇട്ട് അങ്ങനെ എല്ലാ തുണിയും ഇട്ട് കഴിഞ്ഞ് അത് തോർത്ത് ഇവിടെയാണ് നമ്മൾ ഇനിയുണ്ട് അടുത്ത തുണിയും കാര്യത്തിൽ. എന്തോ മീൻ കഴുകാനായിട്ട് മീൻ കറി വയ്ക്കണം. അത് കഴുകാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഫ്രണ്ട്സ് അമ്മ മീൻ കഴുകാനായിട്ട് പോവാണ്. നമുക്ക് അതിൻ്റെ വീഡിയോ കാണിക്കുന്ന ആ ചെരുപ്പ് നനഞ്ഞു പോയുണ്ട്. ഞാൻ ആ ചെരുപ്പിടില്ല. ഞാൻ വീട്ടിലേക്ക് കൊടുത്തത് അല്ലാത്ത അമ്മ വന്നില്ല കേട്ടോ. ഞാൻ അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചാൽ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ച ഫ്രീസറിൽ വെച്ചിട്ട് വരുന്നപ്പോൾ അതിന് വെട്ടി കറി വെക്കാനായിട്ട് അമ്മ അത് ഇത് വെട്ടാനായിട്ട് കൊണ്ടുവന്നാണ്. കിട്ടിയാണ്. എന്തിനാ പിന്നിത് കഴുകണം? കഴുകണം. ഇതെന്നാ മീനമ്മ? കൂന്തപ്പാനി. കൂന്തപ്പാനി എന്ന പേരാണ്. അപ്പോൾ മീനെ കാണിച്ചു തരാം. പിന്നെ മീന് ടേസ്റ്റ് ഒക്കെ കാണാം. ഐസ് പിടിച്ചിരിക്കുക. ഐസ് എന്താ എടുത്ത് വെള്ളത്തിൽ ഇട്ടിരുന്ന എന്നാലും മൊത്തം അങ്ങോട്ട് വിട്ടില്ല. ഇതിന് രുചി വല്ലതും കാണുമോ? ആദ്യമായിട്ട് കഴിക്കുന്നതാണോ അമ്മ ഇത്? നമ്മളിവിടെ വാങ്ങിക്കുന്ന ആദ്യമായിട്ട്. മീനെല്ലാം ചെയ്ത് കഴുകി തേച്ചുണ്ട് കല്ലിലൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അതിനകത്ത് ഐസ് എന്നിട്ട് കഴുകാൻ പോവാണ്. എനിക്കിത് എങ്ങനെയാണ് കഴുകിയെടുക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ കല്ലിട്ട് ഉരയ്ക്കുക. അപ്പോൾ അമ്മയ്ക്ക് ആദ്യമായിട്ട് എങ്ങനെ കഴുകേണ്ടതെന്ന് അറിയത്തില്ല. എന്താ കല്ലിട്ട് ഉരയ്ക്കുന്നത്? എൻ്റെ രീതിയിൽ കറി വെക്കാം. അതെ, റെഡ് കറി വെക്കണം. റെഡ് കറി പറ്റത്തില്ല. തേങ്ങ എടുത്ത് ഓറഞ്ച് കറി റെഡ് പറ്റത്തില്ല. അറിയത്തില്ലെന്നല്ല പറ്റത്തില്ലെന്നാണ്. റെഡ് പറ്റില്ല. ഇത്രയും ഇതെല്ലാം കഴിയോ? ഇതിനകത്ത് ഐസിന് ഇതേണ്ട. പിന്നെ 1 2 മുട്ടയൊന്നുമില്ല. മുട്ടയില്ല. മീൻ മുട്ടയൊന്നും ഇല്ലാത്ത മീൻ. ഇത് വെട്ടിയെങ്കിലുവേ നമ്മളൂടെ ക്ലീൻ ചെയ്യണം. ഇത്രയാണ്. അപ്പം ഇത് കഴുകി ഇത് തേക്ക് അമ്മ പറഞ്ഞ കഴുകണമാണ്. അപ്പം അമ്മ മീൻ കഴുകിക്കുന്ന ഉപ്പ് നാരങ്ങത്തോട് കല്ലുപ്പ് നരിയും കൂടെ നരിഞ്ഞത്തോടും കൂടി ഇട്ട് നന്നായിട്ട് കഴുകുകയാണ്. അഴുകൊക്കെ പോലെ. അപ്പോൾ ഫ്രണ്ട്സ് അമ്മ മീനൊക്കെ കഴുകിക്കഴിഞ്ഞു. ഞാനിവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളെല്ലാം പുറകിലോട്ട് താഴെ പോയി. മീനെല്ലാം കഴിഞ്ഞ് നമുക്ക് നോക്കാം. മീൻ കഴുകി ഞാൻ അകത്തോട്ട് പോവാം. നമ്മൾ അകത്തോട്ട് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ് അമ്മ മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് തേങ്ങ ചിരണ്ടുമാണ്. ഒക്കെ തേങ്ങ ചിരണ്ടണം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് അപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 11 മണി കഴിഞ്ഞു പോയി. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതൊരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ 11 മണീനെ ഓർക്കുന്നത്. ഇവൾക്ക് വേണ്ടിയിട്ടാണ്. ഇവൾക്ക് 11 മണിയാകുമ്പോൾ അകത്ത് കയറിയില്ലെങ്കിൽ ഇവൾ നമ്മളെ കടിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് കരയും. അപ്പോൾ ഇവൾക്ക് ചൂടൊക്കെ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ കരയുന്നത് 11 മണിയൊക്കെ ആകുമ്പോൾ. അതിപ്പോൾ നമ്മൾ ഇവിടെ അകത്ത് അതിനാണ് ഇങ്ങനെ എപ്പോഴും കൊണ്ടുവരുന്നത്.
നമുക്ക് ഇവിടെ അകത്തും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവർക്ക് ഇഷ്ടമുള്ള കാര്യം ടൈലിൽ കൂടെ നടക്കുന്നതാണ്. നമുക്കത് നോക്കാം. റൂമിനകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നോക്കിയൊക്കെയാണ് വരുന്നത്. എന്തോ ഇരിക്കുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹെൽമെറ്റൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അത് ഏത് റൂമിലാണെന്ന് അറിയാനായിട്ടാണ് അവളിങ്ങനെ. അത് മുത്തമ്മേ ബിസിയാണ്. അപ്പോൾ അവളവിടെ നടന്നു നോട്ടെ. അപ്പം നമുക്ക് ബാക്കി മീൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ. അപ്പോൾ തേങ്ങയൊക്കെ നമുക്ക് ഇത്ര ആക്കിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഇവിടെ ഫ്രഷ് ആയിട്ട് അമ്മ വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ മീനൊക്കെ ഇവിടെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇവിടെ ഒന്നും കൂടെ ചിരണ്ടിയിരുന്നുണ്ട്. ചിരട്ടയ്ക്കകത്തിരിക്കുന്നു. ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മാങ്ങ ചെത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, മാങ്ങയാണെങ്കിൽ മാങ്ങ മീൻകറിക്കായിട്ട് പഴുത്തതാണ്. പഴുത്ത മാങ്ങയാണെങ്കിൽ എനിക്ക് കഴിക്കാം. മീൻകറിക്കുള്ള മാങ്ങ ചെത്തുവാണ്. ഇതിനകത്ത് ഫ്ലഷ് പിടിച്ചെടുക്കാതെ ഭയങ്കരമായിട്ട് പഴുത്ത പോലെയുണ്ട്. ഇവിടെ ഉണ്ടോയെന്നറിയില്ല. നമുക്ക് ചെത്താം. അങ്ങനെ മാങ്ങയെല്ലാം ചെത്തിക്കഴിഞ്ഞ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതെ, ഇത്രയും ചെറിയ പീസാണ്. പുളിയാണോ? തണുപ്പ് കടിച്ചിട്ട് പല്ല് മരച്ചു പോവാ. മധുരം. അപ്പോൾ നമുക്ക് തന്നെ കഴിക്കാം. എന്നാ പഴമാങ്ങ അമ്മ എനിക്ക് താമേ. അമ്മ തിന്നു, ഞാൻ വലുതെടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ ഗായ്സ്, ആ മാങ്ങയ്ക്ക് മധുരം ആയതുകൊണ്ട് നമ്മൾ വേറൊരു മാങ്ങയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ മാങ്ങ കാണിച്ചു. തണുപ്പാണ്. മാങ്ങ ഇതാണ്. അപ്പോൾ ഇപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല. തണുപ്പാണ്, മരച്ചു പോകും പല്ല്. അപ്പോൾ അരിയുടെ പുറത്തോട്ട് കൈ വന്നിട്ട് ചൂടായിട്ട് കിട്ടുമല്ലോ. നമുക്ക് ചൂടാവട്ടെ. ഇത് കണ്ടിട്ട് പച്ചയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം, പച്ചയാണോ പഴുത്താണോ എന്ന്. അപ്പോൾ ഇത് നമുക്ക് തൊലി കളയാം. അങ്ങനെ മാങ്ങ ഇളഞ്ഞിട്ട് കളഞ്ഞ് അപ്പോൾ ഇതും ടേസ്റ്റ് ചെയ്യാൻ തരണം. നമ്മൾ മാങ്ങ ടേസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മാങ്ങയെല്ലാം ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് കറിക്കകത്തിടാൻ പോകുന്ന മാങ്ങ. പക്ഷെ ഇത് ഭയങ്കര പുളിയായിരുന്നു. ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വായിലുള്ള ചില ചോദ്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഇതാണ് നമ്മൾ കറിക്കകത്തിടുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അമ്മ പറഞ്ഞു തരും. അമ്മ എന്നാക്കി അമ്മ ഇടുന്നത്? തേങ്ങയിട്ട് മാറി കിടക്കുന്ന മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് മുളക് പൊടി ഇടാൻ പോവാണ്. കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. അതിന് ഒരുപാട് എരിവ് ഒക്കെ കഴിക്കാൻ. ഇത്രയേ ഉള്ളൂ. മുളക് പൊടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് ഓറഞ്ച് കറിയാണ്. റെഡ് കറി ആയിരുന്നെങ്കിൽ വേറെ രീതിയാണ്. പക്ഷേ ഇതിൽ റെഡ് കറി അമ്മയ്ക്കൊക്കെ അറിയാൻ, പക്ഷേ അത് പറ്റത്തില്ലെന്നാണ്. വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഇതിലൊന്ന് കറക്കിയെടുക്കാം. അപ്പം അമ്മയൊക്കെ അരച്ച് കഴിഞ്ഞ് നമുക്കിനി നോക്കാം. അപ്പം അരപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്നാണ് ചെയ്യാൻ പോകുന്നത്? ബാക്കി കറി വെക്കാം. അപ്പം അമ്മ ചട്ടി വെക്കാൻ പോകണം. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചട്ടിയൊക്കെ മീൻകറി വെക്കാം. അങ്ങനെ നമുക്ക് ചട്ടിയൊക്കെ വെള്ളമൊക്കെ പറ്റിയും ചൂടായി വരട്ടെ. ചട്ടി വെള്ളമൊക്കെ പറ്റി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കണം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഈ എണ്ണ വേണ്ട, ഇവിടെ കൊളസ്ട്രോളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എണ്ണ കുറച്ച് കൊടുക്കാവേ. കടുകിട്ട് കൊടുക്കുകയാണ്. ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഇടാം. ചൂടായി മൂത്ത് ചെറുതായിട്ട് മൂത്ത് വരട്ടെ.
നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ പറമ്പിലെ കറിവേപ്പിലയാണ്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാതെ അരച്ച് വെച്ച് അരപ്പ് തിളക്കി ഒന്ന് ചൂടായിട്ട് ഒരുമാതിരിയൊക്കെ തിളക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ട് അമ്മ. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറുകി എടുക്കല്ലേ. ചിലപ്പോൾ അരഞ്ഞ അരപ്പിനകത്തോട്ട് തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കും. ഒഴിച്ച് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളം എടുക്കാൻ പോയിട്ട് നന്നായിട്ട് ചൂടാണ്. മിക്സിയുടെ ജാറ് കഴുകി വെള്ളം എടുക്കാം. വെള്ളം എടുക്കാം. അത് നമുക്കിത് ഇളക്കിക്കാൻ തിളയ്ക്കുന്നതിനും വരെ വെയിറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മൾ ഒരു കാര്യം മറന്നുപോയി. ഉപ്പിടേണ്ട കാര്യം വിട്ടുപോയി. അപ്പം നമുക്ക് അമ്മ ഉപ്പ് കൊണ്ട് തരും കേട്ടോ. ഉപ്പിടാതെ ഞങ്ങൾ പൊടിയിട്ടിട്ട് നിർത്തി ഉപയോഗിക്കുന്നത്. ഉപ്പിൻ്റെ അളവൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇട്ട് അതെ, കഴിക്കുന്നവർക്ക് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതെ, മാങ്ങയിലും മീനിലും പിടിക്കണ്ടേ. മാങ്ങ ഇനിയിപ്പോൾ കുറച്ച് വളരെ പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ ആയിക്കോളും. അപ്പോൾ ഒരുപാട് കല്ലുപ്പിടാതിരിക്കുന്നതാണ്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുക്കാതെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. എന്താ ഇനിയിപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അതിവിടെ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. കറി നന്നായിട്ട് തിളച്ചേ. നമുക്ക് ഇനി ഉപ്പ് നോക്കാവേ. ഉപ്പ് നോക്കാൻ നാളെ കാണേ. ഉപ്പുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ നമ്മൾ തവി ഇതിനകത്ത് പോയിക്കുവാണ്. തവി എടുക്കാനുള്ള ശ്രമമാണ്. അമ്മ വെച്ചപ്പോൾ തെന്നിപ്പോയതാണ്. എടുക്കാൻ പറ്റണില്ലേ? കൈ പൊള്ളി. നമ്മുടെ തവി ഇതിനകത്ത് ഇച്ചിരി ഉടുപ്പിട്ട് കൊടുക്കാം. അപ്പം ഉപ്പായിട്ട് വരുന്നു. ഇച്ചിരി ഇട്ടാൽ മതി. മാങ്ങ ഇടുമ്പോൾ ഒരുപാട് ഉപ്പാവില്ല. അപ്പം മാങ്ങയ്ക്ക് ഉപ്പൊടി ഉണ്ടല്ലോ. നമുക്ക് മീനിട്ട് കൊടുക്കാവേ. മീനിട്ട് കൊടുക്കാം. ഓരോ മിനിറ്റ് തിളയ്ക്കുന്ന അരപ്പിനകത്ത് നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതൊന്നും ഞാൻ കഷ്ണിച്ചില്ലേ. ചെറിയതൊക്കെ അമ്മ അവിടെ മുറിക്കുള്ളൂ. മതി. നമുക്കിത് ഇളക്കി കൊടുക്കാം. മീനൊന്ന് ഇച്ചിരി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയും കൂടെ ഇടാവേ. ഇപ്പം മീൻ തിളയ്ക്കാൻ വെച്ചേക്കും. ഇത് മൂടി വെക്കാവേ. അതിന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇടാം. മീനിട്ട് തിളച്ച് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാവേ. മാങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. മാങ്ങ ഇട്ട് നമുക്ക് അടച്ച് വെക്കാം. മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് കിടക്കുന്ന പാത്രമെല്ലാം കഴിയും. മരക്കറി അടുപ്പ് ഇരിക്കുകയാണ്. അപ്പോൾ പാത്രമൊക്കെ അമ്മ ഇവിടെ കഴുകി കഴിഞ്ഞ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി നോക്കാം. മീൻകറി പറ്റി ഇനി നമുക്ക് ഉപ്പ് നോക്കാൻ അച്ഛനെയും വയ്ക്കും. നമുക്ക് അച്ഛനെയും കൊണ്ട് ഉപ്പ് നോക്കിക്കാവേ. ഇച്ചിരി ഉപ്പ്
ഇച്ചിരി ഉപ്പ്, ശകലം ഉപ്പ് നീരൊഴിക്കാവേ. നോക്കിക്കേ അച്ഛ. അത് പോരാ, അത്ര മീനില്ല, ഇച്ചിരി കൂടെ എടുക്കും. അത് പോരാതെ വരും, പറ്റുമല്ല. നീ നോക്കാം, ഒന്നുകൂടെ തിള ഇളക്കി പിടിക്കട്ടെ. മതിയോ? നമുക്ക് ഒന്നുകൂടെ അച്ഛനെയും കൊണ്ട് ഉപ്പ് നോക്കിക്കാവേ. ചാതി ഉപ്പില്ലായിരുന്നു. മരം പൂയ ഇറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ വേണം. അന്നൂരൊക്കെ ഇറക്കാറായോ? ആയോ? പൂയ ഇറങ്ങുന്നതാ. മാങ്ങയല്ലേ ഇടണ്ട ഈ കറിക്ക്. കറി മീൻകറി റെഡി. പിന്നെ മോരിരിപ്പുണ്ട് നമുക്ക്. മീൻകറി റെഡിയായി. നമുക്ക് ഇവിടെ ഒന്ന് തുടച്ചിട്ട് അരി ഇടയ്ക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞു. ലോഷൻ എടുത്ത് തുടങ്ങിയാവേ. മീൻ കറീൻ്റെ പരിപാടി കഴിഞ്ഞു. തീ നിർത്തി കഴിഞ്ഞു. ചെയ്തു. ഞാൻ മൂടി വെക്കാം. ഇപ്പോഴും കിടന്ന് തിളയ്ക്കുവാണത്. വെച്ചു. നമുക്ക് ഈ ചോറൊന്ന് കുറച്ച് ഇച്ചിരി വേണമുണ്ട്. ചോറൊന്ന് നോക്കാം. ചോറ് ഒരു ഇച്ചിരി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം തൊട്ടച്ച് വൃത്തിയാക്കി വയ്ക്കുക. അങ്ങനെ ഇവിടെ എല്ലാം വൃത്തിയാക്കി വെച്ച് നമ്മൾ നല്ല ലോഷൻ്റെ മണം. അപ്പം അമ്മ അരി അടയ്ക്കാൻ പോവാണ്. അരിയൊക്കെ ചോറ് അരി ആയെന്ന് തോന്നുന്നു. അപ്പം നമ്മളത് എടുക്കാനായിട്ട് പോകണം. ഗ്യാസ് ഓഫ് ചെയ്യും. ഞങ്ങൾക്ക് അമ്മക്കുണ്ട്. അരി അടയ്ക്കണ്ടേ. നമ്മളിത് മുറ്റത്തോട്ടാണ് കളയുന്നത്. ഇതൊഴിച്ച് കഴിഞ്ഞ് നമ്മളിത് വെളിയിൽ പുല്ലിലോട്ട് ഒഴിക്കുക. കാണിച്ച് പുല്ലിനകത്ത് ഒഴിക്കാം. മുറ്റം നിറച്ചും പുല്ലാണ്. അപ്പം അതൊക്കെ കരിഞ്ഞ് അങ്ങ് പൊക്കോളും. ചെത്താൻ ഇച്ചിരി പാടാണ്. ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ വേരിന്. ഈ പച്ച പിടിച്ച് നിൽക്കുന്ന പുല്ലിലോട്ടെല്ലാം അമ്മ ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അരി അടയ്ക്കുന്നത്. പതിയെ വെച്ച് ഉച്ചക്കത്തെ എല്ലാം വെച്ച് ചോറുണ്ണാൻ പാത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ തത്തമ്മയ്ക്കും സമയമായില്ല. തത്തയ്ക്കൊക്കെ കൊടുക്കാനുള്ള പാത്രം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാറുണ്ടായിരുന്നേ. അതുകൊണ്ട് നമുക്ക് എടുത്ത് വെളിയിടാം. ഇളക്കിയിട്ടതാണ്. അപ്പം അതെടുക്കാൻ മറന്നു പോയി നമ്മൾ. അത് നമുക്ക് എടുത്തൊന്ന് വിരിച്ചിട്ടാം. നമുക്ക് കറി കൊടുക്കാവേ. ചൂണ്ടട്ടെ. അച്ഛനെ കാണില്ല. അച്ഛൻ കഴിക്കുന്നത് കാണിച്ചാൽ മതി. അയ്യോ അത് കേട്ടതില്ലേ. അത് കള അച്ഛന് നമുക്ക് മീൻ എടുക്കാം. മോര് വേണ്ട അച്ഛ? മോരാണ്. അങ്ങനെയുള്ള അച്ഛാ. ഇവിടെ ചെളി ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. ഇതാണോ ഡ്രീം കേക്ക്? സ്പെഷ്യൽ വെറൈറ്റി ഡ്രീം കേക്ക്. അമ്മയ്ക്ക് വേണം? വേണ്ട.
ഇതെൻ്റെ ചേച്ചീൻ്റെ ഡ്രീം കേക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അവളിപ്പോൾ എന്താ പറിക്കാൻ പോയേക്കുവാണ്, അതുകൊണ്ട് പറിക്കുന്നു. ഇപ്പോൾ തൂത്തോണ്ടിരിക്കുവാണ് അമ്മ. അടുക്കളയും റൂമും ഒക്കെ തൂത്തോണ്ടിരിക്കുവാണ്. ഹാളെല്ലാം തൂത്ത്, റൂമെല്ലാം തൂത്ത്, പിന്നെ അടുക്കളയാണ് ഇപ്പോൾ തൂത്തോണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സൈഡും കൂടെ തൂത്ത് വരാം. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിളക്കെടുത്തുകൊണ്ട് വരാവേ. വിളക്കൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് വെക്കാവേ. ഫ്രണ്ട്സ്, അവിടെ അമ്മ വിളക്ക് തേക്കുകയാണ്. അമ്മക്ക് നോക്കാവേ. അപ്പം വിളക്കൊക്കെ തേച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ തോർന്ന് ബാക്കി വീഡിയോ സെറ്റാക്കാം. വിളക്കൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി ഉണക്കാൻ വയ്ക്കണം. നാരങ്ങ വെളുത്ത് പിന്നെ ഇഷ്ടികക്കല്ലും പൊടിച്ച് തേക്കുമ്പോൾ വിളക്ക് പിന്നെ വെളുക്കും. പിന്നെ ക്ലാവ് പോയി, ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. ഇതിൻ്റെ ഈ സൈഡിലത്തെ ക്ലാവൊക്കെ പോകും. ഒന്നും കഴിവുന്നുണ്ട്, ക്ലാവൊന്നുമില്ല. അതെ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ വിളക്കെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ തുടയ്ക്കാൻ പോകണം, നമുക്കത് നോക്കാം. അപ്പോൾ അമ്മ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വരട്ടെ. എളുപ്പമായിട്ട് സമയം പോയിരിക്കാം. സമയം ഒരുപാട് ഇതെല്ലാം നമുക്കൊന്ന് എളുപ്പം തുടച്ചെടുക്കാം. മടിയൻ കൊളുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സ്വൽപ്പതേ ഇരുതുഴന്നു. നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് കഴിക്കണം. ഒരാൾ പുതച്ച് കിടക്കുവാണ്. ഒരാൾ എഴുന്നേക്ക് 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 എഴുന്നേക്ക്. അമ്പലത്തിൽ പോണം. അമ്പലത്തിൽ പോണം. വാ, എഴുന്നേറ്റ് വാ. ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചുണർത്താം. ഒരാൾ താണ്ട് ഇങ്ങനെ അടിയിക്കിരിക്കുക, ഒരാൾ താണ്ട് ഇങ്ങനെ ഇരിക്കുക, ഒരാൾ ഇങ്ങനെ ഇരിക്കുക, കണ്ണൊക്കെ തിരുമ്മി ഇരിക്കുക. വാ, എഴുന്നേറ്റ് വാ. ഞങ്ങൾ അമ്പലത്തിൽ പോവാ. ഞാനിങ്ങനെ ദോശ ഇടാം. ഞാനൊരു ദോശയാ. ചമ്മൂടി പോകേണ്ടതുകൊണ്ട് നേരത്തെ ദോശ ഇടുക. ദോശയും ചമ്മന്തിയാണ്. കുറച്ച് താഴെപ്പോയി. വളരെ കട്ടയാണ്. എനിക്ക് പൊടിയേക്കിട്ടും മീനും കിട്ടാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ഇപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് നെയ് റോസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ അമ്മ നെയ് റോസ്റ്റാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത്. നമുക്ക് ആ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണാം. ഇപ്പം അപ്പൂപ്പന് ദോശ ഉണ്ടാക്കി കൊടുക്കുവാണ്. അമ്മ ഇത് നെയ്യ് ഒഴിച്ചില്ല, ഇത് നെയ്യ് ഇരിക്കുന്നത് ഒഴിക്കാം. നെയ്യ് വലിയ സ്പൂൺ എടുക്കുന്നേ. അത് വന്നതാ. ഇപ്പൊ ഇങ്ങനെ കഴിച്ചാൽ മതി. അമ്മ ഇങ്ങനെയാണോ ഉണ്ടായത്? ഇത് അരിപ്പൊടി ഇട്ടതായിരിക്കും. അരച്ചെടുക്കാനുള്ളതിന് ഈ അമ്മ ഉണ്ടാക്കിയ ദോശ ഒട്ടും കൂടാറില്ല. ഈ ദോശയൊക്കെ ഞാൻ ഇരിക്കുക. അപ്പം അപ്പന് ചായ എടുക്കണം. നമുക്ക് ദോശ കുറച്ച് പരിപാടി.
ചായ എനിക്ക് ചായ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ തുണിയൊക്കെ അലക്കാനുണ്ട്. ഇപ്പോൾ രാവിലെ കഴിക്കാൻ ദോശയാണ്. അതാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ദോശ കാണുന്നുണ്ടല്ലോ. മൊരിഞ്ഞോ ഇത് മൊരിയട്ടെ. കഴിച്ചത് കഴിഞ്ഞ് ഇനി എന്നാ ബാക്കി കാര്യങ്ങളൊക്കെയാണ് അടിക്കണം. അപ്പം അമ്മ അരി ഇനി തുണിയൊക്കെ അലക്കണം. ഇനി നമ്മൾ തുണിയൊക്കെ അലക്കുന്നതും ബാക്കി കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ചെയ്താണ് ഇനി നമ്മൾ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അരി അടുക്കളയിൽ കത്തിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അലക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇനി തുണി അലക്കാൻ പോവാണ്. നമുക്ക് തുണി അലക്കുന്നതിൻ്റെ അലക്കാൻ തുണി ഉണ്ടായിരുന്നത് അലക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം അടച്ചേക്കുന്നുണ്ട്. ഇതടച്ച് നമുക്ക് തുണി എടുക്കുക. അപ്പുറത്ത് അമ്മ പുല്ല് പറിക്കുവാണ്. ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ പോകുന്നത്, നിങ്ങളിവിടെ നല്ലൊരു പാവയ്ക്ക നട്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ പൂവൊന്ന് പൊഴിയുവാണ്. എന്താണെന്ന് അറിയത്തില്ല. കൊള്ളാത്തതുകൊണ്ടാണോ അത് പോവുകയാണോ എന്നറിയത്തില്ല. അയ്യോ അമ്മ കാണണ്ട. ഇതാണ് എന്നതാ ഷൈൻ. ഇതെന്ത് ഷർട്ട് കഴുകാനല്ല മുക്കാനായിട്ടാണ്. നന്നായിട്ടത് വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ വരുന്നില്ലേ? ഭയങ്കര അടുത്തുണ്ട്. ഇത് വിരിക്കാൻ പോവാണ്. അത് ഹാങ്കർ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ഇപ്പോൾ വീണേ തുണികളെല്ലാം വിരിക്കാൻ പോവാണ്. ഇത്രയുള്ള അമ്മ തുണി ഉണ്ട്. ഒരു തുണി ഇട്ടു. ഇപ്പോൾ നമ്മളിവിടെ ഒറ്റ തുണി. അപ്പോൾ ഇങ്ങനെ അമ്മ ഓരോരോ തുണി വിരിച്ച് ഇട്ടിട്ടുണ്ട്. രണ്ട് തുണി ഷർട്ടാണ് മതി. ഷർട്ട് അപ്പുറത്ത്. അപ്പോൾ ഞാൻ ഹാങ്കർ അങ്ങ് എടുത്ത് കൊടുത്തേക്കാം. പുല്ലാണ്. ഞാനിത് വെട്ടി കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ അമ്മ ഇടരുത്. ഇടല്ലേ. ഞാൻ ഷർട്ട് ഇടും. അങ്ങനെ ഈ ഷർട്ടും ഇട്ട് അങ്ങനെ എല്ലാ തുണിയും ഇട്ട് കഴിഞ്ഞ് അത് തോർത്ത് ഇവിടെയാണ് നമ്മൾ ഇനിയുണ്ട് അടുത്ത തുണിയും എന്തോ മീൻ കഴുകാനായിട്ട് മീൻ കറി അത് കഴുകാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മീൻ കഴുകാനായിട്ട് പോവാണ്. നമുക്ക് അതിൻ്റെ വീഡിയോ കാണിക്കുന്ന ആ ചെരുപ്പ് നനഞ്ഞ് പോയുണ്ട്. ഞാൻ ആ ചെരുപ്പിടില്ല. ഞാൻ വീണ്ടും ഇതിലേക്ക് കൊടുക്കണം. അതിനകത്ത് അമ്മ വന്നില്ല കേട്ടോ. ഞാൻ അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചാൽ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ച ഫ്രീസറിൽ വെച്ചിട്ട് വരുന്നപ്പോൾ അതിനെ വെട്ടി കറി വെക്കാനായിട്ട് അമ്മ അത് ഇത് വെട്ടാനായിട്ട് കൊണ്ടുവന്നാണ്. കിട്ടിയതാണ്. എന്തിനാ പിന്നിത് കഴുകണം? കഴുകണം. ഇതെന്നാ മീനാണ്? കൂന്തപ്പാഞ്ഞി എന്ന പേര്. അപ്പോൾ മീനെ കാണിച്ചു തരാം. പിന്നെ മീന് ടേസ്റ്റ് ഒക്കെ കാണും. ഐസ് പിടിച്ചിരിക്കുക. ഐസ് എന്താ എടുത്ത് വെള്ളത്തിൽ ഇട്ടിരുന്ന എന്നാലും മൊത്തം അങ്ങോട്ട് വിട്ടില്ല. ഇതിന് രുചി വല്ലതും കാണുമോ? ആദ്യമായിട്ട് കഴിക്കുന്നതാണോ ഇത്? നമ്മളിവിടെ വാങ്ങിക്കുന്ന ആദ്യമായിട്ട്. അതായത് മീനെല്ലാം ചെയ്ത് കഴുകി തേച്ചുണ്ട്. കല്ലിലൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അതിനകത്ത് ഐസ് എന്നിട്ട് കഴുകാൻ പോവാണ്.
ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കിത് എങ്ങനെയാണ് കഴുകിയെടുക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ കല്ലിട്ട് ഉരയ്ക്കുക. അപ്പോൾ അമ്മയ്ക്ക് ആദ്യമായിട്ടായതുകൊണ്ട് എങ്ങനെ കഴുകേണ്ടതെന്ന് അറിയത്തില്ല. എന്താ കല്ലിട്ടിരിക്കുന്നത്. എൻ്റെ രീതിയിൽ കറി വെക്കാം എന്ന് വിചാരിക്കും. അതെ, റെഡ് കറി വെക്കണം. റെഡ് കറി റെഡ് പറ്റത്തില്ല. തേങ്ങ എടുത്ത് ഓറഞ്ച് കറി റെഡ് പറ്റത്തില്ല. അറിയത്തില്ലേന്ന് അറിയത്തില്ലെന്നല്ല, പറ്റത്തില്ലെന്നാണ്. റെഡ് പറ്റില്ല. ഇത്രയും ഇതെല്ലാം കഴിയോ? ഇതിനകത്ത് ഐസിന് ഇതേണ്ട 1 2 മുട്ടയൊന്നുമില്ല. മുട്ടയില്ല. മീൻ മുട്ടയൊന്നും ഇല്ലാത്ത മീൻ. ഇത് വെട്ടിയെങ്കിലുവേ നമ്മളൂടെ ക്ലീൻ ചെയ്യണം. ഇത്രയും ഞങ്ങൾ ഇപ്പം ഇത് കഴുകി ഇത് തേക്ക് അമ്മ പറഞ്ഞ കഴുകണമെന്ന്. അപ്പോൾ അമ്മ മീൻ കഴുകിന്ന് നാരങ്ങയും കൂടെ അപ്പോൾ നാരങ്ങത്തോട് കല്ലുപ്പ് നാരങ്ങത്തോടും കൂടി ഇട്ട് നന്നായിട്ട് കഴുകുകയാണ്. അഴുക്കൊക്കെ പോലെ. അപ്പോൾ ഫ്രണ്ട്സ് അമ്മ മീനൊക്കെ കഴുകിക്കഴിഞ്ഞു. ഞാനിവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളെല്ലാം പുറകിലോട്ട് താഴെ പോയി. മീനെല്ലാം കഴുകി നമുക്ക് മീൻ കഴുകി അകത്തോട്ട് പോവാം. നമ്മൾ അകത്തോട്ട് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ് അമ്മ മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ഇനി തേങ്ങ ചിരണ്ടുമാണ്. ഒക്കെ തേങ്ങ ചിരണ്ടും. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് അപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 11 മണി കഴിഞ്ഞു പോയി. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതൊരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ 11 മണീനെ ഓർക്കുന്നത്. ഇവൾക്ക് വേണ്ടിയിട്ടാണ്. ഇവൾക്ക് 11 മണിയാകുമ്പോൾ അകത്ത് കയറിയില്ലെങ്കിൽ ഇവൾ നമ്മളെ കടിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് കരയും. അപ്പോൾ ഇവൾക്ക് ചൂടൊക്കെ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ കരയുന്നത് 11 മണിയൊക്കെ ആകുമ്പോൾ. അതിപ്പോൾ നമ്മൾ ഇവിടെ അകത്ത് അതിനാണ് ഇങ്ങനെ എപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അകത്ത് കൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യം ടൈലിൽ കൂടെ നടക്കുന്നതാണ്. നമുക്കത് നോക്കാം. റൂമിനകത്തോട്ടാണ് അവൾ പോകുന്നത്. നോക്കിയൊക്കെയാണ് പോകുന്നത്. എന്തോ ഇരിക്കുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹെൽമെറ്റൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് ഏത് റൂമിലാണെന്ന് അറിയാനായിട്ടാണ് അവളിങ്ങനെ അത് മൊത്തമേ ബിസിയാണ്. അപ്പോൾ അവളവിടെ നടന്നു നോക്കേ. അപ്പോൾ നമുക്ക് ബാക്കി മീൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ. അപ്പോൾ തേങ്ങയൊക്കെ നമുക്ക് ഇത്ര ആക്കിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഇവിടെ ഫ്രഷ് ആയിട്ട് അമ്മ വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ മീനൊക്കെ ഇവിടെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇവിടെ ഒന്നും കൂടെ ചിരണ്ടിയിടുന്നുണ്ട്. ചിരട്ടയ്ക്ക് അതിരിക്കുന്നു. ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മാങ്ങ ചെത്തുക. അപ്പോൾ ഫ്രണ്ട്സ് മാങ്ങയാണ്. മാങ്ങ മീൻ കറിക്കായിട്ട് ചെത്തിക്കൊണ്ടിരിക്കുന്നത്. പഴുത്തതാണ്. പഴുത്ത മാങ്ങയാണെങ്കിൽ എനിക്ക് കഴിക്കാം. മീൻ കറിക്കുള്ള മാങ്ങ ചെത്തുവാണ്. ഇതിനകത്ത് ഫ്ലഷ് പിടിച്ചെടുക്കാതെ ഭയങ്കരമായിട്ട് പഴുത്ത പോലെയുണ്ട്. ഉണ്ടോയെന്നറിയില്ല. നമുക്ക് ചെത്താം. അങ്ങനെ മാങ്ങയെല്ലാം ചെത്തിക്കഴിഞ്ഞ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതെ, ഇത്രയും ചെറിയ പീസാണ്. പുളിയാണോ? തണുപ്പ് കടിച്ചിട്ട് പല്ല് മരച്ചു പോവാ. മധുരവാ. അപ്പോൾ നമുക്ക് തന്നെ കഴിക്കാം. പഴമ എന്നാ പഴമാങ്ങ അമ്മ എനിക്ക് താമേ. അമ്മ തിന്നു. ഞാൻ വലുതെടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ ഗായ്സ് ആ മാങ്ങയ്ക്ക് മധുരം ആയതുകൊണ്ട് നമ്മൾ വേറൊരു മാങ്ങയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ മാങ്ങ വാങ്ങിച്ചത്. തണുപ്പാ തണുപ്പാണ്. മാങ്ങ ഇതാണ്. ഇപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല. തണുപ്പാണ്. മരച്ചു പോകും പല്ല്. അപ്പോൾ അരിയുടെ പുറത്തോട്ട് ഈ വന്നിട്ട് ചൂടായിട്ട് കിട്ടുമല്ലോ. നമുക്ക് ചൂടാവട്ടെ. ഇത് കണ്ടിട്ട് പച്ചയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പച്ചയാണോ പഴുത്താണോ എന്ന്. അപ്പോൾ ഇത് നമുക്ക് തൊലി കളയാം. അങ്ങനെ മാങ്ങ ഇളഞ്ഞിട്ട് കളഞ്ഞ് അപ്പോൾ ഇതും ടേസ്റ്റ് ചെയ്യാൻ തരണം. നമ്മൾ മാങ്ങ ടേസ്റ്റ് ചെയ്യുന്ന ആളാണ്.
തണുപ്പാണ്. പുളിയ. അപ്പോൾ ഫ്രണ്ട്സ് മാങ്ങയെല്ലാം ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് കറിക്കാൻ തരാൻ പോകുന്ന മാങ്ങ. പക്ഷെ ഇത് ഭയങ്കര പുളിയായിരുന്നു, ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വായിലുള്ള ചില ചോദ്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഇതാണ് നമ്മൾ കറിക്കാൻ തരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അമ്മ പറഞ്ഞു തരും. അമ്മ എന്നാക്കിയാണ് അമ്മ ഇടുന്നത്? തേങ്ങയിട്ട് എനിക്കത് നാല് കിടക്കുന്ന മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് മുളക് പൊടി ഇടാൻ പോവാണ്. കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി, അതിന് ഒരുപാട് എരിവ് ഒക്കെ കഴിക്കാൻ. ഇത്രയേ ഉള്ളൂ. മുളക് പൊടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുക. അപ്പോൾ ഇത് ഓറഞ്ച് കറിയാണ്. റെഡ് കറി ആയിരുന്നെങ്കിൽ വേറെ രീതിയാണ്. പക്ഷേ ഇതിൽ റെഡ് കറി അമ്മയ്ക്കൊക്കെ അറിയാൻ, പക്ഷേ അത് പറ്റത്തില്ലെന്നാണ്. വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഇതിലൊന്ന് കറക്കിയെടുക്കാം. അപ്പം അമ്മയൊക്കെ അരച്ച് കഴിഞ്ഞ് നമുക്കിനി നോക്കാം. അരപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്നാണ് ചെയ്യാൻ പോകുന്നത്? ബാക്കി കറി വെക്കാം. അപ്പം അമ്മ ചട്ടി വെക്കാൻ പോകണം. അപ്പം അടുപ്പൊക്കെ കത്തിച്ച് ഇറങ്ങിയിട്ടൊന്ന് ചട്ടിയൊക്കെ വെക്കുന്നു. മീൻ കറി വെക്കാം. അങ്ങനെ നോക്കി ചട്ടിയൊക്കെ വെള്ളമൊക്കെ പറ്റി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി വെള്ളമൊക്കെ പറ്റി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കണം. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഈ എണ്ണ വേണ്ട, ഇവിടെ കൊളസ്ട്രോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എണ്ണ കുറച്ച് കൊടുക്കാവേ. കറി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഇടാം. ചൂടായി മൂത്ത് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ മൂത്തിടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ പറമ്പിലെ കറിവേപ്പിലയാണ്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാവേ. അരച്ച് വെച്ച് അരപ്പ് തിളക്കി ഒന്ന് ചൂടായിട്ട് ഒരുമാതിരിയൊക്കെ തിളക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടുണ്ടോ അമ്മ? അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറുകി അരക്കല്ലോ. ചിലപ്പോൾ അരഞ്ഞ അരപ്പിനകത്തോട്ട് തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കും. വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം വേണം. ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളം എടുക്കാൻ പോയി നന്നായിട്ട് ചൂടാവും. മിക്സിയുടെ ജാറ് കഴുകി വെള്ളം എടുക്കും. വെള്ളം എടുക്കാം. അത് വരെ നമുക്കിത് ഇളക്കിക്കാൻ. തിളക്കുന്നതിനും വരെ വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഒരു കാര്യം മറന്നുപോയി. ഉപ്പിടേണ്ട കാര്യം വിട്ടുപോയി. അപ്പം നമുക്ക് അമ്മ ഉപ്പ് കൊണ്ട് കേട്ടോ. ഉപ്പിടാവേ. ഞങ്ങൾ പൊടിയിട്ടൊക്കെ നിർത്തി കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഉപ്പിൻ്റെ അളവൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇട്ട് അതെ, കഴിക്കുന്നവർക്ക് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. നോക്കിയിട്ട് നമുക്ക് നീ നന്നായിട്ട് ഇളക്കി കൊടുക്കണോ? ഇടാം. അതെ, മാങ്ങയിലും മീനിലും പിടിക്കണ്ടേ. മാങ്ങ ഇനിയിപ്പോൾ കുറച്ച് പുളിയുള്ള നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ ആയിക്കോളും. അപ്പോൾ ഒരുപാട് കല്ലുപ്പിടാതിരിക്കുന്നതാണ്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുക്കാതെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. എന്താ ഇനിയിപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അതിവിടെ നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. കറി നന്നായിട്ട് തിളച്ചേ. നമുക്ക് ഇനി ഉപ്പ് നോക്കാവേ. ഉപ്പ് നോക്കാൻ നാളെ കാണേ. ഉപ്പുണ്ടോ? ഇല്ല.
ഇല്ല. അപ്പോൾ നമ്മൾ തവി ഇതിനകത്ത് പോയിക്കുവാണ്. തവി എടുക്കാനുള്ള ശ്രമമാണ്. അമ്മ വെച്ചപ്പോൾ തെന്നിപ്പോയതാണ്. എടുക്കാൻ പറ്റണില്ലേ? കൈ പൊള്ളി. നമ്മുടെ തവി ഇതിനകത്ത് ഇച്ചിരി ഉടുപ്പിട്ട് കൊടുക്കാം. അപ്പം ഉപ്പായിട്ട് വരുന്നു. ഇച്ചിരി ഇട്ടാൽ മതി. മാങ്ങ ഇടുമ്പോൾ ഒരുപാട് ഉപ്പാവില്ല. അപ്പം മാങ്ങയ്ക്ക് ഉപ്പൊടി ഉണ്ടല്ലോ. നമുക്ക് മീനിട്ട് കൊടുക്കാവേ. മീനിട്ട് കൊടുക്കാം. ഒരു മിനിറ്റ്. തിളയ്ക്കുന്ന അരപ്പിനകത്ത് നമുക്ക് ഒരു മീനായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതൊന്നും ഞാൻ കഷ്ണിച്ചില്ലേ. ചെറിയതൊക്കെ അമ്മ അവിടെ മുറിക്കുന്നുണ്ട്. മതി. നമുക്കിത് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് മീനൊന്ന് ഇച്ചിരി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയും കൂടെ ഇടാവേ. ഇപ്പം മീൻ തിളയ്ക്കാൻ വെച്ചേക്കും. ഇത് മൂടി വെക്കാവേ. അതിന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇടാം. മീനിട്ട് തിളച്ച് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാവേ. മാങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. മാങ്ങ ഇട്ട് നമുക്ക് അടച്ച് വെക്കാം. മാങ്ങയൊക്കെ ഇറങ്ങി, മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് കിടക്കുന്ന പാത്രമെല്ലാം കഴിയും. മരക്കറി അടുപ്പേ ഇരിക്കുകയാണ്. അപ്പോൾ പാത്രമൊക്കെ അമ്മ ഇവിടെ കഴുകി കഴിഞ്ഞ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി നോക്കാം. മീൻകറി പറ്റി ഇനി നമുക്ക് ഉപ്പ് നോക്കാൻ അച്ഛനെയും വയ്ക്കും. നമുക്ക് അച്ഛനെയും കൊണ്ട് ഉപ്പ് നോക്കിക്കാവേ. ഇച്ചിരി ഉപ്പ് ശകലം ഉപ്പ് നീരൊഴിക്കാവേ. നോക്കിക്കേ അച്ഛൻ. അത് പോരാ, അത്ര മീനില്ല. ഇച്ചിരി കൂടെ എടുത്തു. അത് പോരാതെ വരും. പറ്റുമല്ല. നീ നോക്കാം. ഇളക്കി ഉപ്പൊക്കെ പിടിക്കട്ടെ. നമുക്ക് ഒന്നുകൂടെ അച്ഛനെയും കൊണ്ട് ഉപ്പ് നോക്കിക്കാവേ. ചാതി ഉപ്പില്ലായിരുന്നു. ഇറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ വേണം. നമ്മളൊക്കെ ഇറക്കാറായോ? ആയോ? ഇറങ്ങുന്നതാ. മാങ്ങയല്ലേ ഇടേണ്ടത് ഈ കറിക്ക്. കറി മീൻകറി റെഡി. പിന്നെ മോരിരിപ്പുണ്ട് നമുക്ക്. മീൻകറി റെഡിയായി. നമുക്ക് ഇവിടെ ഒന്ന് തുളച്ചിട്ട് അരി അടച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ലോഷൻ എടുത്ത് തുടങ്ങിയാവേ. മീൻകറിൻ്റെ പരിപാടി കഴിഞ്ഞു. തീ നിർത്തി കഴിഞ്ഞു. ഞാൻ മൂടി വെക്കാം. ഇപ്പോഴും കിടന്ന് തിളയ്ക്കുവാണത്. നമുക്ക് ചോറൊന്ന് കുറച്ച് ഇച്ചിരി വേണമുണ്ട്. ചോറൊന്ന് നോക്കാം. ചോറ് ഒരു ഇച്ചിരി കൂടെ. അപ്പോൾ നമ്മളിവിടെ എല്ലാം തൊട്ടച്ച് വൃത്തിയാക്കി വയ്ക്കുക. അങ്ങനെ ഇവിടെ എല്ലാം വൃത്തിയാക്കി വെച്ച് നമ്മൾ നല്ല ലോഷൻ്റെ മണം. അപ്പം അമ്മ അരി അടയ്ക്കാൻ പോവാണ്. അരിയൊക്കെ ചോറ് അരി ആയെന്ന് തോന്നുന്നു. അപ്പം നമ്മളത് എടുക്കാനായിട്ട് പോകണം. ഗ്യാസ് ഓഫ് ചെയ്യും. ഞങ്ങൾക്ക് അമ്മക്കുണ്ട്. അരി അടയ്ക്കണ്ടേ.
നമ്മളിത് മുറ്റത്തോട്ടാണ് കളയുന്നത്. ഇതൊഴിച്ച് കഴിഞ്ഞ് നമ്മളിത് വെളിയിൽ പുല്ലിലോട്ട് ഒഴിക്കുക. കാണിച്ച് പുല്ലിനകത്ത് ഒഴിക്കുക. മുറ്റം നിറച്ചും പുല്ലാണ്. അപ്പം അതൊക്കെ കരിഞ്ഞ് അങ്ങ് പൊക്കോളും. ചെത്താൻ ഇച്ചിരി പാടാണ്, ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ വേരിന്. ഈ പച്ച പിടിച്ച് നിൽക്കുന്ന പുല്ലിലോട്ടെല്ലാം അമ്മ ചൂടുവെള്ളം ഒഴിച്ച് അപ്പോൾ ഒന്നും കൂടെ അരി അടയ്ക്കുന്നത്. പതിയെ വെച്ച് ഉച്ചക്കത്തെ എല്ലാം വെച്ച് ഇനി ചോറുണ്ണാൻ പാത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ തത്തമ്മയ്ക്കും സമയമാണല്ലോ തത്തയ്ക്കൊക്കെ കൊടുക്കാനുള്ള പാത്രം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാറുണ്ടായിരുന്നേ, അതുകൊണ്ട് നമുക്കെടുത്ത് വെളിയിടാം. ഇടക്കിയിട്ടതാണ്. അപ്പം അതെടുക്കാൻ മറന്നു പോയി നമ്മൾ. അത് നമുക്കെടുത്തൊന്ന് വീഴ്ചിട്ടാം. നമുക്ക് കറി കൊടുക്കാവേ. അച്ഛൻ കൊണ്ടട്ടെ. അച്ഛനെ കാണില്ല, അച്ഛൻ കഴിക്കുന്നത് കാണിച്ചാൽ മതി. അയ്യോ അത് കേട്ടതില്ലേ, അത് കള അച്ഛന് നമുക്ക് മീൻ എടുക്കാം. മോര് വേണ്ട അച്ഛ? മോരാണ്. ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. ഇതാണോ ഡ്രീം കേക്ക്? സ്പെഷ്യൽ വെറൈറ്റി ഡ്രീം കേക്ക്. അതൊക്കെ വേണം. വേണ്ട, ഇതെൻ്റെ ചേച്ചീൻ്റെ ഡ്രീം കേക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അവളിപ്പോൾ എന്താ പറിക്കാൻ പോയേക്കുവാണ്, അതുകൊണ്ട് പറിക്കുന്നു. ഇപ്പോൾ തൂത്തോണ്ടിരിക്കുവാണ് അമ്മ. അടുക്കളയും റൂമും ഒക്കെ തൂത്തോണ്ടിരിക്കുവാണ്. ഹാളെല്ലാം തൂത്ത്, റൂമെല്ലാം തൂത്ത്, പിന്നെ അടുക്കളയാണ് ഇപ്പോൾ തൂത്തോണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സൈഡും കൂടെ തൂത്ത് വരാം. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിളക്കെടുത്തുകൊണ്ട് വരാവേ. വിളക്കൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് വെക്കാവേ. ഫ്രണ്ട്സ്, അവിടെ അമ്മ വിളക്ക് തേക്കുകയാണ്. അമ്മക്ക് നോക്കാവേ. അപ്പം വിളക്കൊക്കെ തേച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ തോർന്ന് ബാക്കി വീഡിയോസ് ഇട്ടേക്കാം. വിളക്കൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി ഉണക്കാൻ വയ്ക്കാം. നാരങ്ങ വെച്ച് പിന്നെ ഇഷ്ടികക്കല്ലും പൊടിച്ച് തേക്കുമ്പോൾ വിളക്ക് പിന്നെ വെളുക്കും. പിന്നെ ക്ലാവ് പോയി, ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. എൻ്റെ ഈ സൈഡിലത്തെ ക്ലാവൊക്കെ പോകും. ഒന്നും കഴിവുകൊണ്ട് ക്ലാവൊന്നുമില്ല. അതെ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ വിളക്കെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ തുടയ്ക്കാൻ പോകണം, നമുക്കത് നോക്കാം. അപ്പം അമ്മ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വരട്ടെ. ഓക്കെ, എളുപ്പമായിട്ട് സമയം പോയി. സമയം ഒരുപാട് ഇതെല്ലാം നമുക്കൊന്ന് എളുപ്പം തുടച്ചെടുക്കാം. മടിയൻ കൊളുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സ്വൽപ്പതേ ഇരുതുഴന്നു. ഇപ്പം നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് കഴിക്കണം. നമ്മളിനി വൈകിട്ടത്തെ കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഈന്തപ്പഴം വൈകിട്ടുണ്ടാക്കുന്നത് ഒറോട്ടി. അപ്പം അപ്പൂപ്പൻ ഒറോട്ടി ഇതിനകത്താണ് ആട്ട. അപ്പോൾ ആട്ട എടുത്ത് കൊടുക്കുക. ആട്ട എടുത്ത് കൊടുത്ത് പൊറോട്ടി ഉണ്ടാക്കി. പൊറോട്ടീൻ്റെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരാം. ഉപ്പൊഴിച്ച്
ആ വെള്ളം ഇച്ചിരി ഒഴിച്ച്. വെള്ളം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. അതെ. ഇപ്പോൾ ഇച്ചിരി ഉപ്പ് നീരൊഴിച്ച് വെള്ളം ഒഴിച്ച് ആട്ടയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മാത്രം മതി. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവെല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാൻ എടുത്തിട്ട് അതിലോട്ട് പരത്തി ചേർക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. നമുക്ക് നാളെ സ്കൂളിൽ പോകാനുള്ള യൂണിഫോം എല്ലാം തേച്ച് ഇപ്പോഴേ വെക്കാം. നാളെ 6 മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്. ഞങ്ങളൊരു 7:30 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ തേക്കുന്ന സമയം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം നമുക്ക് തേച്ച് വെക്കാം. അപ്പോൾ കുറേ നേരം വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാവ് ഇരുന്നിട്ട് നമുക്കതൊന്ന് തോന്നുന്നു നോക്കാം. ഇനി നമുക്കിത് ഒറോട്ടി ഉണ്ടാക്കാൻ അമ്മ പാൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം പാനൊക്കെ നമുക്ക് കഴുകി നമുക്ക് പാന ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഒറോട്ടിയെല്ലാം പറിച്ച് നമുക്ക് അടുപ്പ് വെക്കാം. ഒറോട്ടിയിൽ എണ്ണ ഒഴിച്ചെല്ലാം വയ്ക്കും. ആവട്ടെ. അപ്പോൾ ഇതെല്ലാം ചൂടാവണം. അപ്പോൾ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഒറോട്ടി കാണിക്കണ്ടേ? ഓക്കെ, ഇതാണ് ഒറോട്ടി. അപ്പോൾ ഇതിന് ചൂടാണ്. നമ്മളിപ്പോൾ സിമ്മിലിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒറോട്ടീൻ്റെ നടുക്കൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ കുറച്ച് തീ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറോട്ടിയാവാം. അപ്പോൾ നമുക്ക് ഒറോട്ടി ആയിട്ട് വരാം. അപ്പോൾ ഇത് വെന്തമൊന്നും അല്ല കേട്ടോ, ഒറോട്ടി മറിച്ചിട്ടാണ് നമ്മൾ. ഇങ്ങോട്ട് മറിച്ചിട്ടപ്പോൾ വന്ന മാവാണ്. സൈഡിൻ്റെ കൈപ്പ പൊളിയാണ്. നമുക്ക് ഞാൻ അടിച്ച് ശരിയാകും. ഞെക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മളിനി വൈകിട്ടത്തെ കാര്യമാണ്. ഞാനിപ്പോൾ ഈന്തപ്പഴം വൈകിട്ട് ഉണ്ടാക്കുന്നത് ഒറോട്ടി. അപ്പോൾ അപ്പൂപ്പൻ ഒറോട്ടി ഇതിനകത്താണ് ആട്ട. അപ്പോൾ ആട്ട എടുത്ത് കൊടുക്കുക. ആട്ട എടുത്ത് കൊടുത്ത് പൊറോട്ടി ഉണ്ടാക്കി. പൊറോട്ടീൻ്റെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരാം. പൊടിച്ച് വെള്ളം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഇപ്പോൾ ഇച്ചിരി ഉപ്പ് നീരൊഴിച്ച് വെള്ളം ഒഴിച്ച് ആട്ടയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മാത്രം മതി. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവെല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാൻ എടുത്തിട്ട് അതിലോട്ട് പരത്തി ചേർക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. നമുക്ക് നാളെ സ്കൂളിൽ പോകാനുള്ള യൂണിഫോം എല്ലാം തേച്ച് ഇപ്പോഴേ വെക്കാം. നാളെ 6 മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്. ഞങ്ങളൊരു 7:30 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ തേക്കുന്ന സമയം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം നമുക്ക് തേച്ച് വെക്കാം. അപ്പോൾ കുറേ നേരം വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാവ് ഇരുന്നിട്ട് നമുക്കതൊന്ന് തോന്നുന്നു നോക്കാം. ഇനി നമുക്കിത് ഒറോട്ടി ഉണ്ടാക്കാൻ അമ്മ പാൻ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം പാനൊക്കെ നമുക്ക് കഴുകി നമുക്ക് പാന ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഒറോട്ടിയെല്ലാം പറിച്ച് നമുക്ക് അടുപ്പ് വെക്കാം. ഒറോട്ടിയിൽ എണ്ണ ഒഴിച്ചെല്ലാം വയ്ക്കും. ആവട്ടെ. അപ്പോൾ ഇതെല്ലാം ചൂടാവണം. അപ്പോൾ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഒറോട്ടി കാണിക്കണ്ടേ? ഓക്കെ, ഇതാണ് ഒറോട്ടി. അപ്പോൾ ഇതിന് ചൂടാണ്. നമ്മളിപ്പോൾ സിമ്മിലിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒറോട്ടീൻ്റെ നടുക്കൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ കുറച്ച് തീ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറോട്ടിയാവാം. അപ്പോൾ നമുക്ക് ഒറോട്ടി ആയിട്ട് വരാം. അപ്പോൾ ഇത് വെന്തമൊന്നും അല്ല കേട്ടോ, ഒറോട്ടി മറിച്ചിട്ടാണ് നമ്മൾ. ഇങ്ങോട്ട് മറിച്ചിട്ടപ്പോൾ വന്ന മാവാണ്. സൈഡിൻ്റെ കൈപ്പ പൊളിയാണ്. നമുക്ക് ഞാൻ അടിച്ച് ശരിയാകും. ഞെക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ
വൈൻഡപ്പ് ചെയ്യുവാണ്. ടാറ്റാ.